പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ അവകാശവാദം ഭരണഘടനാ വിരുദ്ധമെന്ന് അമിത്ഷാ. പൗരത്വ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കില്ലെന്നും അമിത്ഷാ. CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നിലപാട് പരസ്യമായി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. सारे विपक्षी दल ये झूठ की राजनीति कर रहे हैं। भारतीय जनता पार्टी ने 2019 में अपने घोषणा पत्र में कहा है कि हम CAA लेकर आएंगे और पाकिस्तान, अफगानिस्तान और बांग्लादेश के जो शरणार्थी है उनको नागरिकता देंगे। तो भारतीय जनता पार्टी का एजेंडा बहुत स्पष्ट है और वो एजेंडे के आधार पर हमें बहुमत मिला है। अब टाइमिंग का या पॉलिटिकल गेन या लॉस का सवाल नहीं है। अब विपक्ष तुष्टीकरण की राजनीति कर कर, एपीसमेंट की पॉलिटिक्स कर कर वोट बैंक को कंसोलिडेट करना चाहता है। उनका हिस्ट्री है, जो बोलते हैं वो करते नहीं है। मोदी जी का हिस्ट्री है, जो भारतीय जनता पार्टी ने कहा है, नरेंद्र मोदी ने कहा है, वो पत्थर की लकीर है। मोदी की हर गारंटी पूरी हो। मुसलमान को भी अधिकार है यहाँ एप्लीकेशन करने का। हमारे संविधान ने रास्ता खोला है, वो एप्लीकेशन कर कर रेफ्यूजी के तौर पर ना रेफ्यूजी के तौर पर नहीं, नागरिकता लेने के लिए अप्लाई कर सकते हैं। भारत सरकार इनकी भारत की सुरक्षा और भारत की बाकी सारी चीजों को देखते हुए उसका निर्णय करेगी। राजनीति के अंदर आपके निर्णय को जस्टिफाई करने की जिम्मेदारी आपकी होती है। जैसे मेरी सरकार का फैसला ऐसी है, इसके बारे में मेरी पार्टी के तर्क, मेरी गवर्नमेंट के तर्क और क्यों ये देश के हित में है मुझे समझाना पड़ता है। जरा राहुल गांधी जी आपके इसी कमरे में आकर देश को समझा दे कि क्यों विरोध में है। भारतीय जनता पार्टी को के लिए ये पॉलिटिकल गेन का मुद्दा नहीं है। CAA का कानून कभी वापस नहीं जाएगा और भारत की नागरिकता सुनिश्चित करना ये भारत का विषय है, भारत की संप्रभुता का निर्णय है। इसके साथ हम कोई कॉम्प्रोमाइज नहीं कर सकते। കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ചേരുകയാണ്. ഗൗതം, ഈ ഒരു നിയമത്തിൽ നിന്നും ഒരു ഇഞ്ച് പിറകോട്ടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നതിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ശക്തമായ വിമർശനവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും അമിത്ഷാ വ്യക്തമാക്കിയത്? KP ദേശീയ വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച നിലപാട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരിക്കൽ കൂടി വിശദീകരിച്ചത്. ഈ CAA നിയമത്തിൽ നിന്നും ഒരു അടി പോലും പിന്നോട്ട് പോകില്ല എന്ന സന്ദേശം ഒരിക്കൽ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ പ്രചരണം നടത്തുകയാണ്. CAA വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ തൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. ഒപ്പം കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ കഴിഞ്ഞ ദിവസം പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കില്ല എന്ന പ്രതികരണം നടത്തിയിരുന്നു. അതിനെയും രൂക്ഷ ഭാഷയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിമർശിച്ചത്. അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ സ്വാഭാവികമായും സംസ്ഥാനങ്ങളിൽ നടപ്പാകും. അതിനാൽ അത്തരം തെറ്റിദ്ധാരണാജനകമായ പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യമിട്ടാണ് എന്ന വിമർശനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിമാരെ വിമർശിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. CAAയിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകത്തില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് പൗരത്വ ഭേദഗതി നിയമമായിരുന്നു. അതായത് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിലെയും പീഡനം നേരിടുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭാരതത്തിൽ അഭയം നൽകും എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് 2019 BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അതിൽ വലിയ ഭൂരിപക്ഷം ജനങ്ങൾ BJPക്ക് നൽകി. 303 സീറ്റ് നേടിയാണ് അന്ന് അധികാരമേറ്റത്. അതിനാൽ ജനങ്ങൾക്ക് തീർച്ചയായും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ എതിർപ്പില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രചരണം രാജ്യവ്യാപകമായി നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഗൗതം, ഇവിടെ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന നിലപാടാണ് കേരളം, തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയടക്കം സമീപിക്കുമെന്നുള്ള നിലപാട് തന്നെയാണ് അവരിപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് കൃത്യമായ രീതിയിലുള്ള, അതായത് ഇത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നിയമം നടപ്പാക്കാതിരിക്കാൻ യാതൊരു തരത്തിലും ഇത്തരം സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ല. കേന്ദ്രം ആ തരത്തിൽ പിറകോട്ട് പോകില്ല എന്നുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലേ? ഓർമ്മപ്പെടുത്തുന്നത് ഭാരതത്തിന്റെ പാർലമെന്റിന്റെ ഇരു സഭകളും ഈ ബില്ലിന് അംഗീകാരം നൽകിയതാണ് 2019. അതിനുശേഷം അത്
രാഷ്ട്രപതി ഒപ്പുവെച്ചു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി. ഇതോടുകൂടി ഭാരതത്തിന്റെ മുഴുവൻ ഭൂപ്രദേശത്തും പൗരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതിന് നിയമമായി ഇപ്പോൾ പോർട്ടൽ മുഖാന്തരം ഈ 3 രാജ്യങ്ങളിൽ നിന്നും വന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുവാനുള്ള പോർട്ടൽ ഉൾപ്പെടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു നാഷണൽ വിഷയം, അത് പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അത് നടപ്പാക്കില്ല എന്ന് പറയുന്നതിന് ഒരടിസ്ഥാനവുമില്ല. അത് കേവലം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പാരമ്പര്യമാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉള്ളത്. അവരൊരിക്കലും രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നും INDA മുന്നണി വിജയിക്കില്ല എന്നും ഈ ആത്മാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഈ മുന്നണിയുടെ നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള തെറ്റിദ്ധാരണാജനകമായ പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി ഈ ANAക്ക് ഇത്തരം ഒരു അഭിമുഖം നൽകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2019 പാർലമെന്റിന്റെ ഇരു സഭകളിലും CAA ബില്ല് പാസ്സാക്കിയ സമയത്തും രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും പിന്നീട് തീവ്ര സംഘടനകൾ ഈ പ്രതിഷേധം ഏറ്റെടുത്തതിനെ തുടർന്നാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യത്ത് കലാപം ഉണ്ടായത്, സംഘർഷങ്ങൾ ഉണ്ടായത്, പോലീസ് വെടിവെപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് നമുക്കറിയാം. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ വലിയ കലാപങ്ങൾക്ക് ഉൾപ്പെടെ വഴിവെച്ച സംഭവം മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കൃത്യമായ വിശദീകരണം ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നത്. മാത്രമല്ല രാജ്യവ്യാപകമായി BJPയുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ചുള്ള വിശദീകരണം നടത്തും. ഗ്രാമാന്തരങ്ങൾ, നഗരമേഖലകൾ എല്ലായിടത്തും ഇത്തരം വിശദീകരണങ്ങൾ നടത്തും. ഗൗതം തുടങ്ങിയ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ TG മോഹൻദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ TG, ഇവിടെ CAA നടപ്പാക്കില്ലെന്ന് പറയാൻ സംസ്ഥാനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല, അധികാരവുമില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമവുമായി മുന്നോട്ട് പോകും, നിയമം നടപ്പാക്കുന്നതിനും 1 ഇഞ്ച് പിറകോട്ടില്ല എന്നും അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു. എങ്ങനെ കാണുന്നു? ഈ CAA നടപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുൾഡോസറും കൊണ്ട് നിരത്തിലൂടെ പോവുക എന്നുള്ള മട്ടിലാണ് പലരും സംസാരിക്കുന്നത്. CAA അനുസരിച്ച് പൗരത്വം കിട്ടാനുള്ളവർ ഓൺലൈനിൽ അപേക്ഷിക്കുന്നു. അവരുടെ പൗരത്വം പരിശോധിച്ചിട്ട് അവരുടെ കയ്യിലുള്ള കടലാസുകളൊക്കെ നോക്കിയിട്ട് അവർക്ക് പൗരത്വം കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നു. ഇതിൽ നടപ്പാക്കുക എന്നൊക്കെ പറഞ്ഞൊരു ബലം പ്രയോഗം ഇല്ല. പിണറായി വിജയൻ പറയുന്നതും ഇത്രയും ഫൂളിഷ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല. പിണറായി വിജയൻ പറയുകയാണെന്ന് വെച്ചാൽ നാളെ മുതൽ ഞാൻ 500ന്റെ നോട്ട് അടിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞോളൂ. അപ്പോ ഈ നാളെ മുതൽ 500ന്റെ നോട്ട് അടിക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത് പോലെ ഫൂളിഷ് സ്റ്റേറ്റ്മെന്റ് ആണ് CAA നടപ്പാക്കില്ല. അങ്ങേർക്ക് അതിൽ യാതൊരു റോളും ഇല്ലെന്ന്, അങ്ങേരെ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്ന ഒരു നിയമമാണ് CAA. ശ്രീ TG, ഇവിടെ കൃത്യമായി ഈ ഇടതുപക്ഷ സർക്കാരിന് അത് ബോധ്യമുണ്ട്, ഒരിക്കലും ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് ആവർത്തിക്കുകയാണ് പിണറായി വിജയനും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇത് ഇത്ര വലിയ മണ്ടത്തരം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്ക് എയ്റോപ്ലെയിൻ ഓടിക്കാൻ അറിഞ്ഞുകൊണ്ട് ലൈസൻസും ഇല്ല. ഞാൻ പറയുകയാണ് ഞാൻ നാളെ മുതൽ പ്ലെയിൻ ഓടിക്കുകയില്ല. വേണ്ടതാണെന്ന് പറയാം, അല്ലെങ്കിൽ തന്നെ നിനക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ. പിണറായി വിജയൻ എന്ത് ചെയ്യാൻ പറ്റും? CAA എന്താ ബന്ധം പിണറായി വിജയന്? ഒരാള് ഒരു സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടറിൽ പൗരത്വത്തിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ത് ചെയ്യും? പോലീസിനെ പുറകെ വെച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുമോ? ഇത് നടപ്പാക്കുന്നത് പൗരത്വം കിട്ടാനുള്ള ആൾക്കാരാണ്, അല്ലാതെ പിണറായി വിജയനല്ല. ഇതിന്റെ പ്രൊവിഷൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ. ഞാൻ നടപ്പാക്കിയ അടങ്ങൂ എന്ന് അമിത്ഷായ്ക്കും പറയാൻ പറ്റില്ല. അങ്ങ് പിടിച്ചോണ്ട് പോയിട്ട് അപ്ലൈ ചെയ്യിക്കുകയോ പൗരത്വത്തിന്? ഇല്ല. പൗരത്വം വേണമെന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അതും അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടെ നിന്ന് ഓടി വന്ന ആൾക്കാർക്ക് അതിൽ മുൻഗണന ആ മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊരു സംഭവിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് 6 വർഷം വെയിറ്റ് ചെയ്താൽ മതി, മുസ്ലിങ്ങൾക്ക് 11 വർഷം വെയിറ്റ് ചെയ്യണം. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ വന്നതിന്റെ കാരണം അന്വേഷിക്കണം, മറ്റവർ വന്നതിന്റെ കാരണം അന്വേഷിക്കേണ്ടത് പോലും ഇല്ല. കാരണം അവർ മതപരമായിട്ട് അവരെ ഉപദ്രവിക്കുന്നതുകൊണ്ട് ഓടി വന്നവരാണ്. മുസ്ലിങ്ങൾ വന്ന് അവർ നുഴഞ്ഞുകയറ്റക്കാരാണോ, എന്താ അവരുടെ ഉദ്ദേശം എന്ന് അറിയണം.
അതുകൊണ്ട് അവരെ കുറച്ചുകൂടെ പ്രിയോറിറ്റി കൂടുതൽ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. അവർക്കും അപ്ലൈ ചെയ്യാം, മുസ്ലിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ സാധനം. അതിന് ഇവർ ബഹളം വയ്ക്കുന്നത് മുസ്ലിം വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കിട്ടുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ നോക്ക്, ഏറ്റവും സോഫ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തത് മുസ്ലിം ലീഗാണ് അല്ലേ. മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു. അവർ തെരുവിൽ നേടാൻ തയ്യാറല്ല. തെരുവിൽ ഇപ്പൊ ബഹളം വയ്ക്കുന്ന ആരാ? CPM-കാരാണ്. മുസ്ലിങ്ങൾക്ക് പോലും ഇല്ലാത്ത വിഷമം CPM-നുണ്ടാ? അപ്പൊ ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ വർത്തമാനം പറയാന്നുള്ളത് അല്ലാതെ അർത്ഥമില്ല ഇതിലൊന്നും. യെസ്, വളരെയധികം നന്ദി ശ്രീ TG മോഹൻദാസ്. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും ഗൗരവത്തിലേക്ക് ഗൗരവം. ശ്രീ TG സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ അടവുനയം മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നത്, ബംഗാളിലെ മമതാ സർക്കാർ സ്വീകരിക്കുന്നത്, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കുള്ള കൃത്യമായ രീതിയിലുള്ള മറുപടി തന്നെയാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. കാരണം പാർലമെൻറ്റും രാജ്യസഭയും അടക്കം, ലോക്സഭയും രാജ്യസഭയും അടക്കം പാസ്സാക്കിയ ഒരു നിയമം അത് അംഗീകരിക്കാതെ സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതറിഞ്ഞിട്ടും അവരുടെ നിലപാട് ഈ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ മാത്രമാണ്. അതും വിജയിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അല്ലേ? നേരത്തെ 2019 പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ ബില്ല് പാസ്സായ ഘട്ടത്തിലും കേരളത്തിലും അതല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഡൽഹിയിൽ ഉൾപ്പെടെ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇടത് സംഘടനകളും ജിഹാദി സംഘടനകളും ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ അന്ന് സംഘർഷങ്ങൾ സൃഷ്ടിച്ചത്. പിന്നീട് അതിന്റെ അലയൊലികളാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി പടർന്നു കയറിയത്. ഇപ്പോഴും പൗരത്വ ഭേദഗതി നിയമമായി കഴിയുമ്പോഴും മറ്റ് ഉത്തര ഭാരതത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ കാര്യമായ പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അസോമിലും മറ്റും ചില ഒറ്റപ്പെട്ട പ്രതിഷേധം നടക്കുന്നുണ്ട്. അസോം ഓൾ സ്റ്റുഡൻസ് അസോം പരിഷത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ചില പ്രതിഷേധങ്ങൾ നടക്കുന്നതൊഴിച്ചാൽ കേരളത്തിലുള്ളതുപോലെയുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നമുക്ക് രാജ്യത്തെങ്ങും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു തനിയാവർത്തനമാണ്. 2019-ലെയും സ്ഥിതി ഇത് തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരിക്കൽ കൂടി വിശദീകരിക്കുന്നത് ഒരു കാരണവശാലും ഈ നിയമത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP മുന്നോട്ട് വെച്ച പ്രഖ്യാപിതമായ നയമാണ്. ആ നയത്തിനുള്ള അംഗീകാരം കൂടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നത്. അതിനാൽ സ്വാഭാവികമായും ഒരടി പോലും പിന്നോട്ട് പോകാതെ പൗരത്വ ഭേദഗതി നിയമം അത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുമായി മുന്നോട്ട് പോകും എന്നാണ് ആഭ്യന്തരമന്ത്രി വിശദീകരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ അവകാശവാദം ഭരണഘടനാ വിരുദ്ധമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും ഗൗതം നൽകിയത്.